അത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ്, അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഈ ഞാൻ ഈ അന്ന് നമ്മളൊരു വായന എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ ടുഡേ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം വരുന്ന അച്ഛൻ ഒരുപാട് പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരായിരുന്നു വീട്ടിൽ. അച്ഛൻ അന്ന് സ്റ്റേഷൻ മാസ്റ്റർ, ആദ്യം ആർമിയിലായിരുന്നു, പിന്നെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ. അച്ഛൻ ഒരുപാട് പുസ്തകങ്ങൾ കിട്ടും, ഈ പിന്നെ റെയിൽവേയിൽ വരുമല്ലോ പുസ്തകങ്ങളൊക്കെ വരും, ഇതെല്ലാം വീട്ടിൽ കൊണ്ടുവരും. പിന്നെ മാതൃഭൂമി വീക്കിലി എനിക്കൊന്നൊരു 30-40 വർഷത്തെ മാതൃഭൂമി വീക്കിലി വീട്ടിൽ സ്റ്റോക്ക് അങ്ങനെ. അപ്പോൾ വായന ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഇന്ത്യയിൽ ഒന്ന് 90s ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നല്ലോ ഇന്ത്യയിൽ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അന്നത്തെ ചെറുപ്പക്കാർ കുട്ടികളുടെ ഇടയിലൊക്കെ മനസ്സിലൊക്കെ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു അന്നൊരു പ്രതീക്ഷയായിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, കറപ്റ്റ് അല്ലാത്ത ഡിസിസീവായിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലീഡർഷിപ്പ് ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി, അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒറേറ്റർ. അന്ന് അച്ഛൻ്റെ ഒരു വാക്കുകൂടി എന്നെ അതിലേക്ക് ആകർഷിച്ചു. അച്ഛൻ ഒരു തവണ പറഞ്ഞത്, അച്ഛൻ എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ, അന്ന് അച്ഛൻ എക്സ്റ്റേണൽ അഫയേഴ്സിലാണ്, ആർമിയിൽ നിന്ന് വിട്ടിട്ട് റെയിൽവേയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അച്ഛൻ 1 വർഷക്കാലം എക്സ്റ്റേണൽ അഫയേഴ്സിലുണ്ട്. ആ സമയത്ത് രാംലീല മൈതാനിൽ അടൽജിയുടെ സ്പീച്ച് കേട്ടതിനെ കുറിച്ച് അച്ഛൻ ദിവസം പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഈ ഹിന്ദിയിലും ഒക്കെ നല്ല ഗ്രാഹ്യമുള്ള ആളാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഈ കവിത തുളുമ്പുന്നത് പോലെയാണ് അടൽജിയുടെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യൊക്കെ ഇങ്ങനെ വീശിയിട്ടുള്ള വാജ്പേയിയുടെ പ്രസംഗത്തെക്കുറിച്ചിട്ട് അച്ഛനും എന്തോ ഒരു തവണ യാദൃശ്യമായിട്ട് പറഞ്ഞു. പിന്നീട് എനിക്ക് തോന്നുന്നത് മനോരമയുടെ എഡിറ്റോറിയലോ മറ്റോ ആരോ ഈ അടൽജിയുടെ സ്പീച്ചിനെ കുറിച്ചൊരു ഗംഭീര ആർട്ടിക്കിൾ എഴുതിയിരുന്നു. എന്നാൽ വാജ്പേയി ഇങ്ങനെ പ്രൈം മിനിസ്റ്റർഷിപ്പിക്ക് വരും, അബ് കി ബാരി അടൽ ബിഹാരി എന്ന് പറഞ്ഞിട്ട് BJPയുടെ ക്യാമ്പയിനൊക്കെ നടക്കുന്ന സാഹചര്യം കൂടിയാണ്. ഞാനിങ്ങനെ ഇതറിയാൻ വേണ്ടിയിട്ട് വായിക്കും, വാജ്പേയിയെ കുറിച്ച് അറിയാൻ വേണ്ടി വായിക്കും. അപ്പോൾ വാജ്പേയി, അഡ്വാനി, ജോഷി ത്രയം ആ സമയത്ത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ചേഞ്ച് ഉണ്ടാവാൻ പുതിയൊരു ഇവരെ കൊണ്ട് കഴിയുമെന്നൊരു തോന്നൽ അന്നത്തെ സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് BJPക്ക് ഒരു ആകർഷണം ഉണ്ടായത്. അപ്പം അങ്ങനെ ജോയിൻ ചെയ്തല്ല, അന്ന് ഞാനൊരു BJPക്കാരായി മാറി. പിന്നീട് ഞാൻ BJPയുടെ ഒരു പൊസിഷനിലെത്തുന്ന ഒരു പ്രവർത്തനമായി മാറുന്നത് വളരെ ലേറ്റാണ്. അന്നൊന്നും എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കൊന്നുമില്ല. പക്ഷെ മാനസാന്തരം സംഭവിക്കുക എന്ന് പറയില്ലേ, ആ ഒരു മാനസാന്തരം സംഭവിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിൽ SFI കഴിഞ്ഞ ഉടനെ ആ സമയത്ത് തന്നെ സംഭവിക്കുന്നു. പിന്നീട് ഞാനൊരു ആക്റ്റീവ് ഒരു പൊളിറ്റിക്സിക്കൊക്കെ വരുന്നത് കോളേജിലേക്ക് പ്രീ ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞ ഉടനെയാണ് ഞാൻ കുറച്ചൊക്കെ പ്രവർത്തനത്തെ യുവമോർച്ചയുടെ ഒരു ചുമതലയ്ക്കൊക്കെ, സാധാരണ പഞ്ചായത്ത് ചുമതലയ്ക്കൊക്കെ വരുന്നത്. പക്ഷെ അന്ന് ഞങ്ങളുടെ നാട്ടിൽ BJP ഇല്ല. BJP വളരെ കുറച്ചാണുള്ളത്. ഒരു വിരലിലെണ്ണാവുന്ന വോട്ടാണ് വാർഡിലൊക്കെ കിട്ടുക, അതിലപ്പുറം ഒന്നും BJP ഇല്ല. പക്ഷെ എന്നാലും പിന്നെ അന്ന് അപ്പോഴേക്ക് വാജ്പേയിയുടെ ഫസ്റ്റ് ഗവൺമെൻറ് വന്നു, ന്യൂക്ലിയർ സ്ഫോടനം കാര്യങ്ങളുണ്ടായി. ആദ്യം 13 ദിവസത്തെ വന്നു, പിന്നെ 13 മാസത്തെ വന്നു. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഫസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ അച്ഛൻ അതിനെക്കുറിച്ചും പറഞ്ഞിട്ടിരുന്നു. ആദ്യത്തെ 13 ദിവസത്തെ സർക്കാരിലെ മന്ത്രിമാരുടെ ഒരു പോർട്ട്ഫോളിയോസ് എനിക്ക് തോന്നുന്നു അവരെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഘനഗംഭീരന്മാരായിട്ടുള്ള ആളുകളാണ്. 13 ദിവസത്തെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും അതെങ്ങനെ പ്രമോദ് മഹാജൻ അത് എന്തുകൊണ്ട് 13 ദിവസത്തെ ചൂസ് ചെയ്തു, ഗവൺമെൻറ് എടുക്കണം, ഒരിക്കലും ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്നറിഞ്ഞിട്ട് പോലും 13 ദിവസത്തെ എന്തിന് ഭരണം ഏറ്റെടുത്തു അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി കാണുന്ന സമയത്ത് നമുക്കൊരു താല്പര്യം തോന്നില്ല. അങ്ങനെ താല്പര്യം തോന്നി. BJPയിലേക്ക് അട്രാക്ട് ചെയ്ത ചില റീസൺസ് പറഞ്ഞു, ഡിസൈസീവ് ആയിട്ട്, കറപ്ഷൻ അല്ലാത്ത സ്ട്രോങ് ഡിസിഷൻസ് എടുക്കുന്ന ആ കാരണങ്ങളൊക്കെ ഇന്നും BJPയിൽ നിൽക്കുന്ന റീസൺസ് തന്നെയാണ്. നമ്മൾ നാഷണലി നോക്കിയാൽ ഈ ക്വാളിറ്റീസ് എല്ലാം ഇന്നും BJPക്ക് ഉണ്ട്. ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, അടൽ ബിഹാരി വാജ്പേയിനെ പോലെ ഒരു ലീഡർഷിപ്പ് ഇപ്പോൾ ഇല്ലല്ലോ. ഇത്രയും വൈവിധ്യപൂർണമായിട്ടുള്ള 10-13 പാർട്ടികളെ ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിന് കുറേ കാലം നന്നായി കൊണ്ടുപോകാൻ പറ്റിയല്ലോ. എന്തൊക്കെ പറഞ്ഞാലും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും വാജ്പേയി എന്ന് പറഞ്ഞൊരു ഫിഗറിനെ എല്ലാവരും അന്ന് അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് അതുകൊണ്ടാണല്ലോ വാജ്പേയി പോയിട്ട് ഗുജറാത്തിൽ രാജധർമ്മം പാലിക്കണമെന്ന് പറഞ്ഞ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കവിത്വമുള്ള ഹൃദയം ഉണ്ടായിരുന്നു ഒരു അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റുക. ഇന്ന് ആ രീതിയിലൊരു ഉപദേശം കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ നൈർമല്യമൊന്നും ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയും, ഇപ്പോൾ വളരെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് സംഘടനയ്ക്കകത്തുള്ളത്. അത് നമുക്ക് ഒരു ജനാധിപത്യ മൂല്യങ്ങളോട് കുറച്ചെങ്കിലും റെസ്പെക്റ്റുള്ള ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന രീതിയിലല്ല ഇപ്പോൾ കാര്യങ്ങൾ. അല്ല, അത് കാലം വിലയിരുത്തട്ടെ, ഞാൻ മാത്രം പറയേണ്ട കാര്യമല്ലല്ലോ. മോദി കറപ്ഷൻ ഇല്ലാത്ത നേതാവ് എന്നുള്ള ഇമേജ് മോദിക്കുണ്ട്. അല്ല, അത് ഞാൻ പബ്ലിക് പെർസെപ്ഷനെ കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. ദർ ആർ അലിഗേഷൻസ്. ഇപ്പം ഒരാളുടെയും പേഴ്സണൽ
കറപ്ഷനെ കുറിച്ചല്ല, അതിനപ്പുറം ഇപ്പം അഡാനിക്കെതിരെ അമേരിക്കൻ കോർട്ട് ചുമത്തിയിട്ടുള്ള കുറ്റം അടക്കം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ ഓരോ കാലത്ത് ഓരോ പെർസെപ്ഷനും ഇമേജൊക്കെ ഓരോരുത്തരുണ്ടാക്കും. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും റീസെൻറ്റ് ന്യൂസൊക്കെ നിങ്ങൾ കവർ ചെയ്യുമ്പോൾ നമുക്ക് പൊതുജനങ്ങൾക്ക് ചില മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരാളുടെ ഇൻഡിവിജ്വൽ കറപ്ഷനെ കുറിച്ചല്ല പറയുന്നത്, പക്ഷേ ടോട്ടൽ സിസ്റ്റം നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത് പോലെയല്ല എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഞാൻ ഒരാളുടെയും ഇൻഡിവിജ്വൽ കറപ്ഷനെ കുറിച്ച് തെളിവില്ലാതെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ദോസ് പീപ്പിൾ ആർ റിലേറ്റഡ് വിത്ത് നരേന്ദ്രമോദി ആർ കറപ്റ്റ് നൗ. ലൈക്ക് അഡാനിക്കെതിരെ വന്നിട്ടുള്ള റീസെന്റ് കോർട്ട് വെർഡിക്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ നമുക്കറിയാവുന്നതാണ്. കറപ്ഷന്റെ കേസ് പറയുമ്പോൾ നമ്മൾ റീസെന്റ് കണ്ട ഏറ്റവും കറപ്റ്റ് ഗവൺമെന്റ്സ് എന്ന് പറയുന്നത് UPA 2 ആണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആ UPA 2 നയിച്ച കോൺഗ്രസിലേക്കാണ് സന്ദീപ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനെയും കറപ്ഷനെയും രണ്ടായി കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, UPA 1 and 2 കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 10 വർഷം കഴിഞ്ഞു. ഇത് മോദി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ത്യയെ 3.0 അപ്പോൾ ഈ UPA 1 and 2 കറപ്ഷൻ കേസിനൊക്കെ എന്ത് പറ്റി? ഇവർ പറഞ്ഞിരുന്ന കറപ്ഷൻ കേസിനൊക്കെ എന്ത് പറ്റി? ഇപ്പം വലിയ കുട്ടികോഴ്സ് പറഞ്ഞ 2G കേസ് അടക്കമുള്ള കാര്യങ്ങൾ എന്തായിരുന്നു സുപ്രീം കോടതിയുടെ വിധി? അപ്പം ഒരു സമയത്ത് ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ശേഷം ഇനി ശരി കറപ്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തേ അതിനെതിരെ ഇത്രയും കാലം ഒരു നടപടി ഉണ്ടായിട്ടില്ല? ഇത്രയും കാലം നടപടി ഗവൺമെൻറ് ആരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്? അപ്പം ഇതെല്ലാം രാഷ്ട്രീയ എതിരാളികളെ അടിക്കാനുള്ള വടി മാത്രമായിട്ട് ഉപയോഗിച്ചാൽ പോരല്ലോ. ഇഫ് യു ആർ സിൻസിയർ, എന്തുകൊണ്ട് ആക്ഷൻ എടുത്തിട്ടില്ല? എന്തുകൊണ്ട്? അല്ലെങ്കിൽ കോടതിയുടെ മുന്നിൽ പോയിട്ട് എന്ത് സംഭവിച്ചു? ഓരോ ദിവസവും ഓരോ കേസുകൾ പുതുതായിട്ട് കൊണ്ടുവരുന്നതിലപ്പുറം അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന അത് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ 10 വർഷക്കാലം എന്തിനാ അവർ മറച്ചു വയ്ക്കുക? അല്ലെങ്കിൽ എന്തുകൊണ്ട് ആക്ഷൻ എടുത്തിട്ടില്ല? എവിടെ എത്തിയിട്ടില്ലല്ലോ. കേരളത്തിൽ CPMൻ്റെയും BJPയുടെയും കോമൺ എനിമി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. അവിടെ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ കോൺഗ്രസ്സിന് കിട്ടുന്ന പരമാവധി സീറ്റുകൾ കുറയ്ക്കാനെന്നായിരിക്കും BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പിന് താല്പര്യം. കേരളത്തിലെ BJP വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും സെൻട്രൽ ലീഡർഷിപ്പിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് BJPക്ക് ചെറിയ സ്പേസും കൊടുത്തൊരു മുന്നോട്ടുള്ള പോക്ക്. ഇത് ഒരു ലാർജർ പ്ലോട്ടാണ്. ആ പ്ലോട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സിനെ തളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ CPMനെ സംരക്ഷിച്ചുകൊണ്ട് നിർത്തുന്നത്. പക്ഷേ നമ്മൾ നാഷണൽ സിനാരിയോ നോക്കുകയാണെങ്കിൽ BJPക്ക് ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും എളുപ്പമുള്ള ശത്രുവാണ് കോൺഗ്രസ്. എവിടെയൊക്കെ BJP കോൺഗ്രസ് നേരിട്ടുള്ള ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം ഈസി വാക്ക് ഓവർ ആണ് BJPക്ക്. അപ്പൊ കോൺഗ്രസ് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശക്തിയുള്ള ശത്രുവല്ല. നാഷണൽ സിനാരിയോ അതാണ് കാണിക്കുന്നത്. പിന്നെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് കോൺഗ്രസിന് ഇത്രമാത്രം ഭയക്കണം? അങ്ങനെയല്ല. ഇപ്പം ഈ ഉള്ള നാഷണൽ സിനാരിയോയുടെ മുൻപത്തെ തലങ്ങളിലേക്ക് പോകും. കോൺഗ്രസ് എവിടെയൊക്കെ ദുർബലപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം BJP തുടർച്ചയായിട്ട് ഭരണത്തിലിരിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ എക്സാമ്പിൾ അത്. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ശക്തി ദുർഗങ്ങളായ സ്ഥലങ്ങളിൽ കോൺഗ്രസ് സംഘടനാപരമായി വീക്കായപ്പോഴാണ് BJPക്ക് അവിടെ ഒരു അജയ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. അതുപോലെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക, കോൺഗ്രസിനെ അതാണ് പരസ്യമായി പ്രഖ്യാപിച്ച കാര്യമല്ലേ. ഞാൻ പറയാം ഞാൻ പറയാം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ള BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇത് രഹസ്യമായിട്ടുള്ള കാര്യമല്ലല്ലോ. കോൺഗ്രസ് മുക്ത ഭാരത് എന്നവർ പ്രഖ്യാപിച്ചതാണല്ലോ. അപ്പോൾ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഏത് എക്സ്ട്രീം ലെവലിലുള്ള ഗെയിമിനും അവർ തയ്യാറാകുമെന്നുള്ളത് തന്നെയാണ്. അതിന് അവർ ഏത് രീതിയിലും പോകും. റീജിയണൽ പാർട്ടി വരുമ്പോൾ നമുക്ക് തമിഴ്നാട് എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ മഹാരാഷ്ട്ര എടുത്താൽ ഏത് സ്റ്റേറ്റ് എടുത്ത് നോക്കിയാലും BJPക്ക് കോൺഗ്രസ് ഒരു അത്ര പേടിക്കേണ്ട ഒരു ശത്രുവല്ല. അവർക്ക് ഈസിലി ജയിക്കാവുന്നതാണ്. പക്ഷേ ഒരു റീജിയണൽ പവർ സെന്റർ, ഇപ്പോൾ ബംഗാളിൽ മമതയാണെങ്കിൽ, കേരളത്തിൽ LDF ആണെങ്കിൽ, തമിഴ്നാട്ടിൽ DMK ആണെങ്കിൽ, ഇവരെയൊന്നും BJPക്ക് ഒരു രീതിയിലും തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അവർ സ്ട്രഗിൾ ചെയ്യുകയാണ് ഈ സ്ഥലങ്ങളിലൊക്കെ. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ഒഡീഷയുടെ ഉദാഹരണമല്ലേ. ഒഡീഷയിൽ പ്രാദേശിക പാർട്ടിയല്ലേ പരാജയപ്പെടുത്തി? അല്ല പ്രാദേശിക പാർട്ടിയാണല്ലോ പരാജയപ്പെടുത്തി. ബംഗാളിലെ ഒരു പ്രതിപക്ഷമായില്ലേ. അപ്പോൾ അങ്ങനെ BJP കരുതുന്നത് എനിക്ക് തോന്നുന്നില്ല. BJPയുടെ നമ്പർ 1 ശത്രു കോൺഗ്രസ് തന്നെയാണ്. അത് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. എപ്പോഴും അവർ നമ്പർ 1 ശത്രുവിനെ കീഴ്പ്പെടുത്തിയ ശേഷമേ അവർ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കുള്ളൂ. അവർ സ്വാഭാവികമായിട്ട് അത് അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. കോൺഗ്രസിൻ്റെ മാക്സിമം പവർ സെൻറ്ററിൽ കുറയ്ക്കുക എന്നുള്ളത്. അവിടെ ഡൽഹിയിൽ മാക്സിമം കോൺഗ്രസിൻ്റെ ശക്തി കുറയ്ക്കണമെങ്കിൽ കേരളത്തിൽ നിന്നുള്ള നമ്പർ കുറയ്ക്കണം. അത് സ്വാഭാവികമല്ല, അതൊരു കോമൺ സെൻസ് അല്ലേ. അതിനാണ് അവർ കോൺഗ്രസിനെ കേരളത്തിൽ തളർത്താൻ നോക്കുന്നത്. അപ്പം കോൺഗ്രസ് തളർത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവർ CPMനെ സഹായിക്കുന്നു. പിന്നെ ഇവിടെ CPMും BJPയും തമ്മിലുള്ള
ഒരു അവിശുദ്ധ ബാന്ധവം, അത് നമുക്ക് വിഴിഞ്ഞ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കാണാൻ സാധിക്കുമല്ലോ. ആരാണ് ഇതിൻ്റെ പുറകിൽ? എങ്ങനെയാണ് ചീഫ് മിനിസ്റ്ററുടെ വീട്ടിൽ കരൺ അഡാനി പോകുന്നത്? എങ്ങനെ ചീഫ് മിനിസ്റ്റർ പോയിട്ട് അഡാനിയുടെ പേരുള്ള ബലൂൺ ഉയർത്തി വിടുന്നത്? ഇവർ ഐഡിയോളജി ഏറ്റവും അഡാനിക്കെതിരെ നിലപാടെടുത്തൊരു മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് 5000 കോടി രൂപയുടെ അഴിമതി ആരോപിച്ചല്ലേ വിഴിഞ്ഞം പോർട്ടിൽ? ഇപ്പോൾ എന്താ ആരോപണം ഇല്ലാത്തത്? അപ്പോൾ ആരാ ഇതിനകത്ത് മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത്? തിരിച്ച് CPM BJP സഹായിക്കുന്നുണ്ട് ഈ കൊടകര കേസിൽ. അതുപോലെ തന്നെ ഈ കൊടകര കേസിന്റെ കാര്യത്തിൽ